Hi everyone, welcome to Leksha School Plus. This is Mirushna, your economics faculty. നമുക്ക് ഇന്ന് വളരെ സിമ്പിൾ ആയിട്ട് ഷോർട്ട് ടൈമിൽ ഒരു കോൺസെപ്റ്റ് പഠിക്കാം. യൂട്ടിലിറ്റി അനാലിസിസ്. യൂട്ടിലിറ്റി എന്താണെന്ന് നമുക്കറിയാം. യൂട്ടിലിറ്റി ഇസ് ദ വൺ സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമ്മോഡിറ്റി. യൂട്ടിലിറ്റി എങ്ങനെ അനലൈസ് ചെയ്യാം. എക്കണോമിക്സിൽ നമ്മൾ യൂട്ടിലിറ്റി അനലൈസ് ചെയ്യുമ്പോൾ രണ്ട് അനാലിസിസ് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്നാണ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്, കാർഡിനൽ എന്ന് പറഞ്ഞാൽ നമ്പർ. അപ്പോൾ കാർഡിനൽ നമ്പേഴ്സിൽ നമ്മൾ യൂട്ടിലിറ്റി മെഷർ ചെയ്യാണ്. നമുക്ക് ഒരു സാധനം വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ നമ്മൾ നമ്പറിൽ പറയാണ്. ഫോർ എക്സാമ്പിൾ എന്താ പറയാണ്, ഞാനൊരു ഷർട്ട് വാങ്ങിച്ച് പറയാണ്, ഇറ്റ് ഗേവ് മീ 50 യൂണിറ്റ്സ് ഓഫ് യൂട്ടിലിറ്റി. ഇതിനാണ് നമ്മൾ എന്താ പറയുന്നത്, കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. ഇറ്റ് അസ്യൂംസ് ദാറ്റ് ലെവൽ ഓഫ് യൂട്ടിലിറ്റി ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ നമ്പേഴ്സ്. ഇത്രയേ ഉള്ളൂ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. നെക്സ്റ്റ് ഒരു അനാലിസിസ് എന്ന് പറയുന്ന ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. അപ്പോൾ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് റിയൽ ലൈഫിൽ പോസിബിൾ അല്ല അല്ലേ. നമ്മൾ ഒരിക്കലും പറയുന്നില്ല ഇത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയെന്ന് നമ്പറിൽ. പക്ഷെ നമുക്കറിയാം ഇതാണ് എനിക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തന്നത് എന്ന് നമുക്ക് പറയാം അല്ലെ. ഓർഡറിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് റാങ്ക് കൊടുക്കാം. റാങ്ക് നമ്പർ 1, 2 എന്ന് നമുക്ക് കൊടുക്കാം. ഇതാണ് ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. It does not measure utility in number, but it gives different ranks to consumption bundle. ഇതിനാണ് നമ്മൾ ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്ന് പറഞ്ഞത്. അപ്പോൾ യൂട്ടിലിറ്റി എങ്ങനെ നമുക്ക് മെഷർ ചെയ്യാം? കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് വെച്ച് മെഷർ ചെയ്യാം, അല്ലെങ്കിൽ ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് വെച്ച് മെഷർ ചെയ്യാം. ക്ലിയർ അല്ലേ എല്ലാവർക്കും? അപ്പോൾ ബൈ ബൈ. അടുത്ത നമുക്ക് ഷോർട്ട് വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വരാം. ബൈ.